നമസ്കാരം. മലയാള സിനിമയിലെ വിജയ ചിത്രങ്ങളുടെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ പ്രേം നസീർ, സത്യൻ, മധു എന്നിവരുടെ ഒരു സുവർണ കാലഘട്ടത്തിന് ശേഷം ജയൻ എന്ന് പറയുന്ന ഒരു അതുല്യ പ്രതിഭ യുവജനങ്ങൾക്കിടയിൽ തരംഗമായി മാറി. കരുത്തുകൊണ്ട് ജയന്റെ സിനിമകൾ ബോക്സ് ഓഫീസിനെ കീഴടക്കി. അങ്ങനെ ജയൻ ശോഭനമായിട്ടുള്ള ഒരു ഭാവിയിലേക്ക് നടന്നു കയറുന്നു പ്രതീക്ഷിച്ച എല്ലാവരുടെയും കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് 1980 നവംബർ 16 ഒരു അപകടത്തിൽ ജയൻ നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞുപോയി. ജയന്റെ മരണശേഷം ബോക്സ് ഓഫീസ് ആര് ഭരിക്കും, അടുത്ത മലയാള സിനിമയുടെ രാജാവ് ആരാകും എന്നുള്ള ചർച്ചകൾ ഒരുപാട് ഉയർന്നു. എന്നാൽ അടുത്ത വർഷമാണ് ഇതിനുള്ള ഒരു മറുപടി മലയാള സിനിമ കണ്ടത്. 1980 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടി ഒന്നാമത് എത്തിയത് ജയന്റെ അങ്ങാടി എന്ന് പറയുന്ന സിനിമയായിരുന്നു. അടുത്ത വർഷം 1981 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത് ജയന്റെ മരണശേഷം പുറത്തിറങ്ങിയ കോളിളക്കം എന്ന സിനിമയായിരുന്നു. എന്നാൽ ആ വർഷം രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. 1981 രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായത് ഫാസിലിന്റെ ഒരു പുതുമുഖ ചിത്രമായിരുന്നു. ശങ്കറും പൂർണിമ ജയറാമും അഭിനയിച്ച ആ സിനിമയുടെ പേര് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്നായിരുന്നു. അതിലെ ഒരു പുതുമുഖ വില്ലനെ അവതരിപ്പിച്ചുകൊണ്ട് മലയാള സിനിമയുടെ ദീപശിഖ അടുത്ത തലമുറയിലേക്ക് ഏന്താൻ പോകുന്ന ഒരാൾ മലയാള സിനിമയിലേക്ക് തന്റെ വരവറിയിച്ചു. അതാണ് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ. ലാലേട്ടന്റെ കഥ ഒരു വശത്ത് സംഭവിക്കുമ്പോൾ അപ്പുറത്ത് മറ്റൊരു കഥ കൂടി ആ വർഷം സംഭവിക്കുന്നുണ്ടായിരുന്നു. അതേ വർഷം സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും മികച്ച രണ്ടാമത്തെ നടനുള്ള അവാർഡ് നേടിക്കൊണ്ട് ഒരു യുവ പുതുമുഖ നടൻ കൂടി മലയാള സിനിമയിലേക്ക് വരവറിയിച്ചു. അതാണ് നമ്മുടെ സാക്ഷാൽ മമ്മൂക്ക. അങ്ങനെ 1981 മലയാള സിനിമയുടെ ദിശ നിർണ്ണയിക്കുന്ന ഒരു വർഷമായി മാറി. ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ രണ്ടാമത്തെ ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ട് മോഹൻലാൽ, ഏറ്റവും മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന അവാർഡ് നേടിക്കൊണ്ട് മമ്മൂട്ടിയും മലയാള സിനിമയിലേക്ക്, മലയാള സിനിമാ ചരിത്രത്തിൽ തങ്ങളുടെ പേരെഴുതി വെച്ചു. ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്.